ദിലീപ് ഏട്ടൻ്റെ പടം ആ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കിയതിൽ പ്രീസെയിൽ കൊണ്ടെല്ലാം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഒരു പടം തുടങ്ങിയപ്പോൾ തന്നെ വേൾഡ് ഓഫ് മാഡ്നസ്, അത് പ്രാന്തന്മാരുടെ ലോകത്തേക്കാണ് നമ്മൾ അവർ സ്വാഗതം ചെയ്തത്. അത് ആ പടത്തിലുണ്ട്. അതായത് ഒരു ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ പടത്തിൽ ലോജിക്ക് പറയണോ കരണ കുട്ടിയൊക്കെ അടിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്കുള്ളൂ. കാരണം വെച്ചാൽ ഈ പടം തുടക്കം മുതൽ അവർ പറയാണ് ഒരു ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒന്ന് കണ്ടപ്പെടുക. അത് അതിലുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ എൻ്റർടൈൻമെൻറ്റ് നൽകാൻ ഈ പടത്തിന് കഴിയുന്നുണ്ട്. മെയിനായിട്ട് ദിലീപേട്ടൻ്റെ മാക്സിമം പീക്ക് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ തൂക്കിയടിയായിരുന്നു. ഇൻ്റർവ്യൂവിൽ ആ സംഭവം ആ സമയത്തുള്ള സീനും കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ പൈസ മുതലാണ്. ഒരു തമിഴിലെ ഗുഡ് ബൈ ഡക്ലി കണ്ടിറങ്ങിയ ഫീലാണ് നമുക്ക് മലയാളത്തിൽ കിട്ടിയത്. അതായത് ഗുഡ് ബൈ ഡക്ലി തമിഴിന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മലയാളത്തിൽ ബബബ എന്ന് പറയുന്ന ദിലീപേട്ടൻ്റെ ഈ പടവും. ഇത് 100% പക്ക എൻ്റർടൈൻമെൻറ്റ്, ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ പക്ക എൻ്റർടൈൻമെൻറ്റ് സംഭവമായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഫസ്റ്റ് ഹാഫിൽ ദിലീപേട്ടൻ വേറെ ലെവലിൽ അണിഞ്ഞാടി ഇങ്ങനെ കത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു പീക്ക് സംഭവം പോലെ ലാലേട്ടൻ കയറി വരും. അത് ലാലേട്ടൻ്റെ കരിയറിൽ ഇത്രയും ബെസ്റ്റ് ഇൻട്രോ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് തന്നെയാണ് കരിയർ ബെസ്റ്റ് ഇൻട്രോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ലാലേട്ടനെ അങ്ങ് തുറന്നു വിട്ടിരിക്കുകയാണ് അതിനാടാൻ വേണ്ടി. ഒരുപാട് സിനിമകളുടെ ഒരു റെഫറൻസ് അത് തന്നെയാണ് ബബബ എന്ന് പറയുന്നത്. ലാലേട്ടനും ദിലീപേട്ടൻ ചേട്ടനും അനിയും കൂടെ കത്തിക്കലിന് കൈയും കിടക്കില്ല. എനിക്കിതിൽ പോരാമായിട്ട് ഫീൽ ചെയ്യുമെന്ന് തോന്നിയത് BGM ആണ്. പക്ഷേ ഗോപി സുന്ദർ അവിടെയും വൻ കമ്പേക്കായിരുന്നു. ഒരു രക്ഷയില്ലാതെ വിളിച്ചത് അഴിഞ്ഞാട്ടം പാട്ടൊഴികെ ബാക്കിയെല്ലാം നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അഴിഞ്ഞാട്ടം സോങ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ബാക്കിയെല്ലാം വൺ സംഭവം. ഈ സിനിമയെ കുറ്റം പറഞ്ഞവരടുത്ത് ഒന്നും പറയാനില്ല. ആകെ പറയാനുള്ളത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ നശിപ്പിക്കാം, അതിന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ പടത്തിൻ്റെ 250 മേലിൽ ഷോ നടക്കുന്നത്. ഞാൻ സെക്കൻഡ് ടൈം കാണാൻ വന്നത് അത്രയും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫീൽ ചെയ്തുകൊണ്ടാണ്. കുറ്റം പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. നിങ്ങളെ കരണത്തടിക്കുന്നത് പോലെ ആയിരിക്കും ഈ പടത്തിൻ്റെ വിജയം. എടുത്ത് പറയണമെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഇൻട്രോ അടക്കം മോശമെന്ന് ഒരുപാട് റിവ്യൂ പറഞ്ഞു. എന്ത് കണ്ടെന്ന് മനസ്സിലായില്ല. ലോജിക്കില്ല എത്ര ഒരു പടമാണെന്ന് പറഞ്ഞ് വന്നിട്ട് അതിൽ ലോജിക്ക് പറഞ്ഞോ പറഞ്ഞാൽ എന്ത് പറഞ്ഞാണ്. ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ നോക്കണമെങ്കിൽ ഒന്നുമില്ല. 9 വർഷം കൊണ്ട് നശിക്കാത്ത വ്യക്തി ഇത്രയും വലിയ കമ്പാക്ക് നടത്തി നിൽക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. ഇത് കത്തേ ഉള്ളൂ. ദിലീപേട്ടൻ്റെ വൺ അത് ജനപ്രിയ നായകൻ ഒരിടത്തും പോയിട്ടില്ല. ജനപ്രിയ നായകൻ്റെ പടങ്ങൾക്ക് അത് ഒരു കിടിലം പടം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രേക്ഷകർ അവിടെ തന്നെ കാണുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ദിലീപേട്ടൻ്റെ തൂക്കിയടി കൺബാക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വളർന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ഒന്ന് കാണാം.